വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി. ഇന്ന് ഞാൻ നിഫ്റ്റിനെ കുറിച്ച് പറയാനല്ല വന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വലിയൊരു സ്ട്രാറ്റജി പറഞ്ഞു തരാമെന്ന്. ആ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത്. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളതും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഒരു 90-95% റിട്ടേൺ തരാൻ കെൽപ്പുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു 33 സെക്കൻഡ് കൊണ്ട് ഒരു 16K പ്രോഫിറ്റ് ബുക്ക് ചെയ്തതും ഈ സ്ട്രാറ്റജി കൊണ്ടാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ടൈം ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഈ ടൈമിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതും ഈ സ്ട്രാറ്റജി കൊണ്ടാണ് ഞാൻ പറയാറുള്ളത്. ഇത് പക്ഷേ ഒരിക്കലും സിംഗിളായിട്ട് ഒരിക്കലും യൂസ് ചെയ്ത് ഇത് എന്തെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു OA ഡേറ്റിൻ്റെ കൂടെയോ അങ്ങനെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രാറ്റജീൻ്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കാനായിട്ട് നമുക്കൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഫോർമുലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു എക്സൽ ഷീറ്റ് വേണം ഇതിനകത്ത്. അപ്പോൾ ഒരു എക്സൽ ഷീറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുക്കാം. ഒരു റിവേഴ്സൽ റിവേഴ്സൽ ട്രേഡ് റിവേഴ്സൽ ഫോർമുല. ഓക്കെ ഓക്കെ നമുക്ക് എന്താ വേണ്ടത്? നമുക്കിത് ഇൻഡെക്സിലും യൂസ് ചെയ്യാം, സ്റ്റോക്കിലും യൂസ് ചെയ്യാം, ഫോറക്സിലും എന്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത്? ഒരു ഓപ്പണിംഗ് പ്രൈസ് ആണ് വേണ്ടത്. ഓക്കെ, ഒരു ഓപ്പണിംഗ് പ്രൈസ് വേണം. അപ്പോൾ നമുക്ക് സെൻസെക്സിൻ്റെ എടുക്കാം. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നമുക്ക് സെൻസെക്സ് എടുക്കാം. സെൻസെക്സിൻ്റെ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓപ്പണിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, ഓപ്പണിംഗ് പ്രൈസിനായിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓക്കെ സോറി അരേ ഓക്കെ ഓപ്പണിംഗ് പ്രൈസ് 77261 ഇതുണ്ടോ? ഓപ്പണിംഗ് കർസർ അവിടെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ 77261 77261.72 അതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് ഇന്നത്തെ. കണ്ട 77261.72 അതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ്. പിന്നെ നമ്മുടെ ഫോർമുല എന്താണ്? നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഫോർമുല ടൈപ്പ് ചെയ്യാം ആദ്യം. ഓക്കെ, ഈക്വൽ ടു മോഡി ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്ക്വയർ റൂട്ട് ഓഫ് ഓപ്പണിംഗ് പ്രൈസിൻ്റെ സ്ക്വയർ റൂട്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇൻറ്റു 180 എന്ന് പറഞ്ഞ ഒരു സർക്കിളാണ്. ഒരു ഫുൾ സർക്കിളിൻ്റെ ഹാഫാണ്. ഒരു സെമി സർക്കിളിൻ്റെ ഒരു ഇതാണ് 180. ഓക്കെ, ബ്രാക്കറ്റ് കണ്ട് ക്ലോസ് ചെയ്യുക. മൈനസ് 225 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിൽ അപ്രോക്സിമേറ്റ് ഒരു 225 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടാകും. അതാണ് നമ്മളിവിടെ 225 കൊടുക്കുന്നത്. 225 27 ഒക്കെ ആകും, 28 ആകും. നമ്മൾ അപ്രോക്സിമേറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, കോമ ഒരു 360 കൊടുക്കുന്നുണ്ട്. 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഫുൾ സർക്കിളാണ് 360. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. നിങ്ങൾ എല്ലാവരും ഫോർമുല നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഡിഗ്രി കിട്ടി. ഈ ഒരു ഇതിൻ്റെ ഒരു ഡിഗ്രിയാണ്. നമുക്ക് ഈ ഡിഗ്രീനെ എന്ത് ചെയ്യണം? ഡിഗ്രീനെ നമുക്ക് ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഡിഗ്രീൻ്റെ ഒരു 2 ഡെസിമൽ പോയിന്റ് വരെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഡിഗ്രി നമ്മൾ എടുക്കുക 127.78. ഓക്കെ, അതിനെ നമുക്ക് ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ടൈമിന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ 60 സെക്കൻഡ് ടൈം നമ്മളെടുത്തു. പിന്നെ ഡിഗ്രി ടു ടൈം അതിന് വേണ്ടിയിട്ട് ഇത് ഈക്വൽ ടു സോറി ഇത് ഡിവൈഡഡ് ബൈ ഇത് 2.12. ഈ ടൈമും നമുക്ക് എന്താ പറയുക സേവ് ചെയ്ത് വെക്കുക. ഇതിൻ്റെയും 2 ഡെസിമൽ പോയിന്റ് എടുക്കുക. ഓക്കെ,
അപ്പോൾ നമുക്ക് ടൈം എഴുതാം. ടൈം 2.12. ഓക്കെ. ഈ നിഫ്റ്റീൻ്റെയൊക്കെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു 9 മണി തൊട്ടാണ്. നിഫ്റ്റി നമുക്ക് നോക്കി അറിയാം 9 മണി തൊട്ട് നമുക്കൊരു വൈബ്രേഷൻ ഒരു മൂവ്മെൻറ്റ് തുടങ്ങും. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ മൂവ്മെൻറ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 9 മണി. നമുക്കത് 9 മണിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 9 മണിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇത് പ്ലസ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇത് പ്ലസ് ഇത്. ഓക്കെ. 11.12. നമ്മുടെ എക്സ്പെക്റ്റഡ് ടൈം എന്താണ്? നമുക്ക് റിവേഴ്സിൽ വരാനോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ടൈം എന്ന് പറയുന്നത് 11.12. നമുക്ക് സെൻസെക്സിലോട്ട് നോക്കാം. സെൻസെക്സിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഓക്കെ. ഞാനത് നേരത്തെയും പറഞ്ഞു, ഒരിക്കലും ഒരു 100% റിസൾട്ട് കിട്ടുന്ന ചാൻസ് ഇല്ല. ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അത് നോക്കിക്കഴിഞ്ഞാൽ 11.12 എവിടെയാണ്? 11.12. ഓക്കെ. 11.12. ഓക്കെ. നമുക്ക് ഇവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻ കൊടുക്കാം. ഓക്കെ. വെർട്ടിക്കൽ ലൈൻ 11.12. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പൊക്കെ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഒരു ടൈം കിട്ടില്ല. ഉണ്ടാകും 11.12. ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? സപ്പോർട്ട്. ഇതൊരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിൻ്റെ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് നോക്കിക്കോ. ഇതൊരു നല്ലൊരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് ഈ 11.12 ഈ റേഞ്ചിൽ ഇത് ഒരു ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. അതിനുശേഷം മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടോ? മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടോ? ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഒരു എക്സ്പയറി ദിവസം ക്യാച്ച് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ നല്ലൊരു മൂവ്മെൻറ്റാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ. നമുക്ക് അതിനോടുകൂടെ നമുക്കൊരു വേറൊരു ഇത് കാണിച്ചു തരാം. ഈ ടൈം. ഓക്കെ. ഈ ടൈമിൻ്റെ കൂടെ നമുക്ക് ഇനിയും മാർക്കറ്റിലോട്ട് ടൈം കിട്ടും. ഓക്കെ. നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈക്വൽ ടു ഇത് പ്ലസ് നമ്മുടെ ടൈം 13.24. സെൻസെക്സിൽ എന്താ കാണിച്ചാൽ നോക്കാം. 13.24. ഇതൊരു 10 മിനിറ്റ് മുമ്പ് വരാൻ ചാൻസ് ഉണ്ട്, ഒരു 5 മിനിറ്റ് മുമ്പ് വരാൻ ചാൻസ് ഉണ്ട്, 5 മിനിറ്റ് ശേഷവും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. 13.24. നമുക്ക് 13.24 എടുക്കാം. ഓക്കെ. 13.24. ഓക്കെ. 13.24 നോക്കൂ. നല്ല ആ സപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ഉണ്ടോ? അവിടെ നിന്ന് ആ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് കയറി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 മിനിറ്റ് മുമ്പും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പും ഇതിൻ്റെ വൈബ്രേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റും നമുക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു മൂവ്മെൻ്റ് അല്ല. എത്ര നോക്ക്? 76453 എന്ന് പറഞ്ഞാൽ ഓക്കെ. എത്ര വരെ മൂവ്മെൻറ്റ് ചെയ്തു? 7682. ഒരു 350 എബോവ് മൂവ്മെൻറ്റ് കിട്ടി. എക്സ്പയറി ദിവസം 350 പോയിൻ്റ് സെൻസെക്സ് മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടോ? ഈ ഒരു ഫോർമുല ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജീൻ്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാനൊരു മാക്സിമം എൻ്റെ ഇൻഡെക്സ് ട്രേഡ്സ് ഇതിൽ കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രേഡ് എടുക്കുക, ഇത് ചെയ്ത് പഠിക്കുക. ഓക്കെ. പിന്നെ ഒരു വ്യത്യാസം ഞാൻ ഇവിടെ പറയാം. ഇവിടെ ചിലപ്പോൾ നമുക്ക് ഒരു ടൈം കിട്ടുക എന്ന് പറഞ്ഞാൽ 2.94 ഒക്കെ കിട്ടും. ഓക്കെ. സപ്പോസ് ഞാൻ പറയുന്നത് കിട്ടാറുണ്ട്. 94 കിട്ടും. അപ്പോൾ 94 കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് 11.94 എന്ന് പറഞ്ഞ ഒരു ടൈം ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ 11.94 എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. 60 സെക്കൻഡ് അപ്പോൾ 12 മണിയായി. ഓക്കെ. ബാക്കി ഒരു 94 മൈനസ് 60 എന്ന് പറഞ്ഞാൽ 34.34 12.5 നമുക്ക് ഒരു ടൈം കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക, അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ.
അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുക, ഈ വീഡിയോ കാണുക, ഇത് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്ത് നിങ്ങളൊരു എക്സൽ ഫയൽ ഉണ്ടാക്കുക. എക്സൽ ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞ് നല്ലൊരു ട്രേഡ്സ് നിങ്ങൾക്ക് ഇതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക. പിന്നെ എൻ്റെ വീഡിയോസിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതേപോലത്തെ നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങളിത് വെറുതെ ഒന്ന് കണ്ടുപോകാതെ ഒരു ഒരു ഹോംവർക്ക് പോലെ ഒരു 10 ഡേയ്സ് ബാക്കിലോട്ടുള്ള 10 ഡേയ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഒന്ന് ഈ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വരച്ച് നോക്കും. ഒരു മൂവ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നുണ്ടോ, മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഓക്കെ 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 എന്നാൽ ബൈ.